ഹായ്. പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പത്തേനെ നമ്മുടെ ഫേസ് ആകെ ഡള്ളായിരിക്കില്ലേ? അപ്പോൾ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ഫേസ് പാക്ക് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പച്ചപ്പാലാണ്. പച്ചപ്പാലിനകത്ത് നാരങ്ങ നീരാണ് സ്ക്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പച്ചപ്പാല് പിരിയും. പിരിഞ്ഞെന്ന് വെച്ചാൽ ഒരിങ്ങനെ എന്താ പറയുക, നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പേര് പീരയും വെള്ളമായിട്ട് കിടക്കുമെന്ന് പറയും. അതേപോലത്തെ പരുവാകും. തൈരല്ല, കട്ടത്തൈരല്ല, അല്ലാതെ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന ആ ഒരു ഇതില്ലേ, അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നല്ലതാണ് നമ്മളെ സ്കിന്നിൽ. വെറുതെ എങ്കിൽ പോലും നമുക്ക് സമയം കിട്ടുമ്പോൾ വേറെ പ്രത്യേകിച്ച് പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് ഓവർനൈറ്റ് കിടക്കുന്നെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം അതിൽ ബാക്കി ഉണ്ടായിരുന്ന ആ പിരിഞ്ഞ പാലിൽ ഞാൻ കടലമാവാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കടലമാവ് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിലേക്ക് ആക്കിയിട്ട് അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തത് കളഞ്ഞിട്ടില്ല, അതിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊന്ന് സെമി ഡ്രൈ ആക്കുക. ഒരുപാട് ഡ്രൈ ആവരുത്. സെമി ഡ്രൈ ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് ചെറിയൊരു സ്ക്രബ് കൊടുക്കുക. സ്ക്രബ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. നല്ല ബെനിഫിറ്റ് കിട്ടും. നല്ലതാണ്. നമുക്കൊരു വീക്കിലി ഒരു 2 പ്രാവശ്യം നമുക്കിത് ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കരുത്, നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിപ്പോകും. ഒരു പാക്കും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. എനിക്ക് ഇതുപോലെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാനും അതിൻ്റെ റിസൾട്ട് പറയാനും അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിതിങ്ങനെ പരീക്ഷിക്കുകയാണ് ഓരോന്നും. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ പാക്കുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എടുത്ത് വെച്ചിട്ട് അത് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒരു ആഴ്ചയിൽ ഉപയോഗിച്ചു, മറ്റൊരു വീഡിയോ കാണുമ്പോൾ വേറൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു, അങ്ങനെ ചെയ്യാതെ നമുക്ക് സ്യൂട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ചായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കണ്ടുപിടിച്ച് അത് തന്നെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, വീക്കിലി ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസവും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ കളറ് നല്ലൊരു ചേഞ്ചും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽ വെക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ ഷോർട്സൊക്കെ ആദ്യമായിട്ട് കാണുകയാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കമൻറ്റും അറിയിക്കുക. അതുപോലെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമും അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സ്കിൻ ഡ്രൈ ആക്കാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. എപ്പോഴും സ്കിന്ന് നല്ല മോയ്സ്ചറൈസർ ആക്കി അതുപോലെ നല്ല പ്ലം ആക്കി വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.